നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് കാണുന്നു ആ ടൈം മുതൽ നിങ്ങൾക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനകത്തുള്ള പോസിറ്റീവായ പല കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. കൂടാതെ തന്നെ ഈ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്ത വ്യക്തികൾ, ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് നിങ്ങൾ തന്നെ സ്വയം കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ വിശ്വാസത്തോടു കൂടിയും ഒരു സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഈ ഒരു കാര്യത്തെ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയും ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡൻസ് ആയിട്ട് തന്നെ ഈ ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് തന്നെ ഈ ഓരോ മെസ്സേജുകളെ നിങ്ങൾ കാണണം. എപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ ലൈഫിൽ ഏതെങ്കിലും ശത്രുത, നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങൾക്ക് മുൻകൂട്ടി ഒരു ഇൻഫർമേഷൻസ് ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. ഫ്യൂച്ചറിലെ പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ അറിയാനും അതിനെ ക്ലിയർ ചെയ്യാനും സാധിക്കും. അതായത് ഒരു പ്രോബ്ലംസോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റികളായ എന്തെങ്കിലും എന്ത് രീതിയിലുള്ള ബ്ലോക്കേജുകളാണോ ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാനും സാധിക്കും. അതിനോടൊപ്പം തന്നെ അതിനുള്ള പരിഹാരം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുമെന്നുള്ളതാണ് ടാറോ റീഡിങ്സിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു എനർജി കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയറൻസ് കിട്ടുകയും ചെയ്യും. പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പോലും അറിയാതെ സംഭവിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ചിന്തയോട് കൂടിയിരിക്കുന്ന പല പ്രശ്നങ്ങളും എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നതെല്ലാം നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഈ ടാറോ റീഡിങ്സ് എന്നുള്ളത്. ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈൻ്റെ പ്രപഞ്ചത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു വളരെ പവർഫുള്ളായ ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അത് വായിക്കുന്നവർക്കാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കേൾക്കുന്നവർക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഞാനിടുന്ന വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. വരാഹി മന്ത്രം രാത്രിയിലാണ് ചൊല്ലാൻ പാടുള്ളൂ. 8 മണിക്ക് ശേഷമായിരിക്കണം അത് നിങ്ങൾ ചൊല്ലേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ച് ശുദ്ധിവൃത്തിയോടുകൂടിയുള്ള സമയങ്ങളിൽ മാത്രം ചൊല്ലാൻ ശ്രമിക്കുക. ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിനെ പരിശുദ്ധമാക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യം ആദ്യം അമ്മയോട് പറഞ്ഞ് ആ ഒരു കാര്യം മാതാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വരാഹി മന്ത്രം ചൊല്ലുക. 108 തവണയോ 308 തവണയോ ചൊല്ലുന്നതാണ് ഏറ്റവും പോസിറ്റീവ്. അത് നെഗറ്റീവാകുന്ന മറ്റു വ്യക്തികളെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാനൊന്നും ഒരിക്കലും നിങ്ങളത് ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ ജീവിത വിജയത്തിനും നിങ്ങളുടെ നെഗറ്റീവാകുന്ന എനർജികളെ, നെഗറ്റീവ് തോട്ട്സുകളിൽ നിന്നും രക്ഷപ്പെടാനും നിങ്ങളുടെ പെട്ടെന്ന് കാര്യസാധ്യം, അതായത് ജോലി സംബന്ധമായിക്കോട്ടെ, ഫിനാൻഷ്യൽ സംബന്ധമായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ഭൗതികമാകുന്ന പ്രശ്നങ്ങൾക്ക് വരുന്ന ബ്ലോക്കേജ് മാറ്റാൻ തന്നെയാണ് വരാഹി മന്ത്രം, ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു മന്ത്രം ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഫിനാൻഷ്യൽ ബ്ലോക്കേജാണ് ഇതിനകത്ത് നിന്ന് ഏറ്റവും പെട്ടെന്ന് മാറിക്കിട്ടുന്നത്. കൂടാതെ തന്നെ നെഗറ്റീവ്, അതായത് ബ്ലാക്ക് നെഗറ്റീവ് എനർജികൾ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കണ്ണുദോഷം, നാവുദോഷം, ശാപദോഷം, ഇതെല്ലാം മാറുന്നതിനുമൊക്കെയാണ് ആ ഒരു മന്ത്രം ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ മണി അഫർമേഷൻസ് സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തെ ഒരു ഊർജ്ജമാണ് പണം എന്ന് പറയുന്നത്. ആ ഒരു പണം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ നിങ്ങൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതായത് പണത്തിനോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു മൂല്യവത്തായ പെരുമാറ്റം, ആ ഒരു റെസ്പെക്റ്റിവിറ്റിയാണ് നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക.
അപ്പം നിങ്ങളിൽ എന്തെങ്കിലും ബാഡ് കർമ്മ, ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ബാഡ് കർമ്മ ഉണ്ടെങ്കിൽ ആ ഒരു കർമ്മ പൂർണ്ണമായിട്ട് ഹീലായി പോകാനാണ് മണി അഫർമേഷൻസും ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ തീർച്ചയായിട്ടും 100% ഞാൻ ഉറപ്പ് പറയുന്നു, ബാക്കി എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും അതെല്ലാം അതിനോടൊപ്പം തന്നെ കണക്റ്റ് ചെയ്ത് വരും. കാരണം പണം എന്ന് പറയുന്ന ആ ഒരു പവർ അത് ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എപ്പോഴും ഇത് പറഞ്ഞ് ഞാൻ മടുത്തു. ഇനിയും വാട്സപ്പിൽ വന്ന് ചോദിക്കും, അത് ഉറപ്പ് കേസാണ്. നാളെ ഇനിയും വരും, അത് ഉറപ്പാണ്. എന്നാലും സാരമില്ല കേട്ടോ, കാരണം എന്നെ സ്നേഹിക്കുന്നവരല്ലേ എന്നെ തേടി വരുന്നത്. അപ്പം ഞാൻ അവരോട് ആ രീതി പെരുമാറണമല്ലോ അല്ലേ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ എനർജി നിങ്ങളുടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ എനർജി കിങ് ഓഫ് കപ്സ് ആണ് കേട്ടോ. അതായത് ഇമോഷണൽ ബാലൻസ്, മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഇമോഷണലി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ദിവസമാണ്. അതുപോലെ ഇമോഷണൽ പവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചില ബന്ധങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, സിറ്റുവേഷൻസുകളിൽ നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ഒരു കൺട്രോളിങ് ഇല്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് കാണുന്നു. ചില ബന്ധനാവസ്ഥ, അതായത് ഇപ്പം നമ്മളുടെ മക്കളായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ഒരു പ്രണയബന്ധമായിക്കോട്ടെ, സൗഹൃദ ബന്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ചില വ്യക്തികളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിക്കോട്ടെ, അവിടെയൊന്നും ഒരു ഇമോഷണലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബന്ധനത്തിലാകുന്നു. അതായത് ദ ഡെവിൾ എനർജിയാണ് തൊട്ട് ചേർന്ന് വന്നിരിക്കുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് വന്നിരിക്കുന്നത് 3 ഓഫ് സോഴ്സ് ആണ്. അതായത് ചീറ്റിംഗ് എനർജി, ഹാർട്ട് ബ്രോക്കൺ. അപ്പം ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മെച്യൂരിറ്റിയോടുകൂടി, അതായത് വളരെയധികം പക്വതയോടുകൂടി നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ്. അതായത് ഇമോഷണൽ പരമാകുന്ന അല്ലെങ്കിൽ ചില അഡിക്ഷൻ്റെ പുറത്ത് ചിലരോട് തോന്നുന്ന അട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ അമിതമാകുന്ന സ്നേഹമാവാം. ഇതെല്ലാം നിങ്ങളെ ഒരു ബന്ധനാവസ്ഥയിൽ എത്തിക്കുകയും നിങ്ങളെ അത് ഇമോഷണൽ ചീറ്റിംഗ്, നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ അല്ലാതെ അതിൽ നിന്നും നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതുമായ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ തൊട്ട് ചേർന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളൊന്നും നിങ്ങളുടെ ഒരിക്കലും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിജയം ആഗ്രഹിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കുക. ശത്രുക്കൾ തന്നെയാണ് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നത്. പിന്നിൽ നിന്ന് കുത്തുന്ന വ്യക്തികൾ, അതായത് നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ നൽകുന്ന വ്യക്തികൾ മാത്രമാണ് നിങ്ങളുടെ വീടിനുള്ളിലുള്ളതും പുറത്തുള്ളതും നിങ്ങൾ പോകുന്ന മാർഗങ്ങളിലുള്ളതും. നിങ്ങൾ ചില സമയത്ത് അത്ഭുതപ്പെട്ടു പോകാറുണ്ടാവായിരിക്കാം. ഒരിക്കലും പരിചയമില്ലാത്ത വ്യക്തികൾ പോലും നിങ്ങളെ നെഗറ്റീവായിട്ട്, അതായത് നിങ്ങളോട് ശത്രുതാഭാവത്തിൽ പെരുമാറുന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആ സിറ്റുവേഷൻസിൽ നിന്നും മാറ്റം വരണം, നിങ്ങൾക്കൊരു സക്സസ് വരണം, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാൻ പോകുന്നു. പ്ലസ് നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് വരുത്തുക. ഇമോഷണലി, അതായത് ഒരു മെച്യൂരിറ്റിയോട് കൂടി ഒരു 30-40 അബോവ് ഒക്കെ കടന്നുപോയ വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക എന്നാണ് കാണുന്നത്. ചെറിയ രീതിയിലൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയിലേക്ക്, ഒരു വിശ്വാസത്തിലേക്കൊക്കെ ഒന്ന് വരിക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ചില പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ട്, നിങ്ങൾ ഏജ് ഒന്നും അല്ലല്ലോ എഡ്യൂക്കേഷൻ പരമാകുന്ന കാര്യങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ. അപ്പം നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി അറ്റ്ലീസ്റ്റ് ഒരു ബിസിനസ് സംബന്ധമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കരിയർ പാതയിൽ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഒരു ഹെൽത്ത് പരമാകുന്ന, നിങ്ങളുടെ ആരോഗ്യപരമാകുന്ന ഒരു മാറ്റം, അതായത് യോഗയോ അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ, ഒരു എക്സസൈസ് പോലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ അങ്ങനെ ഹെൽത്ത് പരമായിട്ടൊരു സ്ട്രോങ് എനർജി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർട്ടി, സ്ഥലമോ വീടോ ഒക്കെ നിങ്ങൾക്ക് പുനർസൃഷ്ടിക്കണം, അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് തിരിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, മണി സംബന്ധമായി ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു സ്റ്റെബിലിറ്റി, ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ ബാലൻസ് വെച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾ എന്ത് കാര്യത്തെയാണോ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു.
തീർച്ചയായിട്ടും നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യങ്ങളിലും നിങ്ങൾ മെച്യൂരിറ്റിയിലൂടെ അല്ലാതെ, അതായത് അഡിക്ഷൻ എനർജിയിൽ പോകരുത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരികയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓപ്പർച്യൂണിറ്റീസുകൾ വരികയാണ്, ലൈഫിൽ പുതിയൊരു ഡെവലപ്മെൻറ്റ്, അതായത് നിങ്ങളിലേക്കൊരു മാറ്റം സൃഷ്ടിക്കേണ്ട സമയമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇമോഷണലി നിങ്ങൾ ബാലൻസ് ആവുക, നിങ്ങളൊന്ന് സ്ട്രോങ് ആവുക, കൂടെയുള്ള ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങളുടെ സക്സസ്സുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹൈഡിങ് എനർജിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് നേരിടാൻ പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി പരമാകുന്ന ബന്ധത്തിലാവാം, ലീഗൽ പരമാകുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളൊരു ബന്ധനാവസ്ഥയിലാണ്, എന്തൊക്കെയോ നെഗറ്റീവാണ്, അതായത് നിങ്ങളുടെ റിലേഷനിൽ ഒരു നെഗറ്റിവിറ്റി, ഒരു നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ കൺട്രോളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലീഗൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നെങ്കിൽ, അല്ലെങ്കിൽ ലീഗൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻസിലൂടെ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തതിൻ്റെ ഫലമായിട്ടാവാം. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കേട്ടോ. ഇന്നൊരു ഉത്കണ്ഠയും ഒരു ടെൻഷൻ്റെയൊക്കെ ഒരു ദിവസമാണ് കേട്ടോ. ഇന്നത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ ലീഗൽ പരമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ എനർജിയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്കത് അത്ര പോസിറ്റീവായിട്ടല്ല കാണിക്കുന്നത്, ഒരു സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. ഒരു ഹാർട്ട് ബ്രോക്കൺ നേരിടേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതായത് ഒന്നെങ്കിൽ നിങ്ങളെ ആരൊക്കെയോ ചേർന്ന് ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്, ബാലൻസ്, അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ചീറ്റിംഗ് എനർജി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട്. തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾക്കൊരു സ്റ്റക്കാകുന്ന ഒരവസ്ഥ ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്യും. അതെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പാർട്ട്ണർ എനർജിയുമായിട്ടുള്ള ഒരു ലീഗൽ പരമാകുന്ന പ്രോബ്ലംസിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു സിറ്റുവേഷൻസ് ആണ് വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. അത് ഒന്നിലധികം വ്യക്തികൾ ചേർന്നുള്ള ഒരു ചീറ്റിംഗ് എനർജി അതിനകത്ത് നടക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ഇരയാക്കപ്പെടാനുള്ള സാധ്യത, ഒരു വിക്ടിം ആക്കപ്പെടുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ അതൊരു മൂൺ എനർജിയുടെയും കൂടി ഭാവമാണ്, നിങ്ങളുടെ സമയത്തിൻ്റെയും കൂടി ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുക എന്നാണ്, അതായത് അതിൽ നിന്നും പിന്മാറുകയല്ല, നിങ്ങൾ മുന്നോട്ടേക്ക് ഫൈറ്റിംഗ് ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത്. ഒന്ന് ഡെത്ത് ആയിട്ട് മാത്രം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ റീബർത്ത് എനർജി, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു തിരിച്ചറിവോടുകൂടി ഇമോഷണൽ ബാലൻസോടുകൂടി നിങ്ങൾക്കതിൽ കയറി വരാൻ പറ്റും കേട്ടോ. നിങ്ങളതിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ അതിനകത്ത് മറ്റാരുടെയെങ്കിലുമൊക്കെ ഓവർ കൺട്രോളിങ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ഫെമിനിയൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കെതിരായിട്ട് ആ ഒരു പ്രോബ്ലംസിനെതിരെ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ ഒരു വെല്ലുവിളിയെ അതിജീവിക്കാൻ, ആ ഒരു വെല്ലുവിളിക്കെതിരെ ഫൈറ്റിംഗ് ചെയ്യാൻ തയ്യാറാവുക, ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഗൈഡൻസ് നൽകാൻ, നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്യാനും ഗൈഡൻസ് നൽകാനും നിങ്ങളുടെ കൂട്ടത്തിൽ മറ്റാരൊക്കെയോ ഉണ്ട്. ഒന്നെങ്കിൽ പേരൻറ്റിങ് എനർജി ആവാം, അതല്ലെങ്കിൽ നിങ്ങളോടൊത്ത് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഏതെങ്കിലും ഒരു ഒരു നിങ്ങളുടെ ഒരു സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളാവാം. രണ്ട് പേഴ്സൻ്റെ എനർജി നിങ്ങളെ തീർച്ചയായിട്ടും ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു സ്റ്റാർട്ടിങ്, ഒരു തുടക്കത്തിനുള്ള ഒരു മാർഗമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ വെച്ച് ചെറിയ രീതിയിൽ ബ്ലോക്കേജ് വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഒരിക്കലും പതറണ്ട, കാരണം നിങ്ങൾക്ക് ഫൈറ്റിംഗ് ചെയ്യാനുള്ള ടൈം ഇതിനകത്ത് ഡിവൈൻ കാണിച്ചു തരുന്നുണ്ട്. ആദ്യം ഒരു പരാജയം വന്നാലും പിന്നീട് നിങ്ങൾക്ക് തന്നെയാണ് വിജയം എന്ന് മനസ്സിലാക്കുക. തകർന്നു പോകാതെ, സ്റ്റക്കായിട്ട് പോകാതെ നിങ്ങൾ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യണമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഡബിൾ എനർജിക്ക് തൊട്ട് താഴെ വന്നിരിക്കുന്ന കാർഡ് ദ ലവേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു തകർച്ചയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു സാഹചര്യമായിട്ടാണ് ആ ഒരു ഇമോഷണൽ പ്രശ്നത്തിന്, അതായത് ഒരു പാർട്ട്ണർ എനർജിയെ നോക്കുന്നത്. അത് വിവാഹം കഴിഞ്ഞ ചില വ്യക്തികളുടെ എനർജിയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് കേട്ടോ. അതായത് ലീഗൽ പരമായിട്ടൊക്കെ പോകുന്ന ചില സാഹചര്യങ്ങളാണ് അവിടെ കാണുന്നത്. അതുപോലെ കുറേ വ്യക്തികളെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഒന്ന് മെച്യൂരിറ്റി ആയിട്ട് കാര്യങ്ങളെ കാണേണ്ട വ്യക്തികളാണ്. അതായത് നമുക്ക് കിങ് ഓഫ് കപ്സിൻ്റെ തൊട്ട് താഴെ ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കുക എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളൊരു വാല്യൂ കൊടുക്കുക, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുക എന്നാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഗൈഡൻസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഓരോ ദിവസവും മുന്നോട്ടേക്ക്
പോകേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് ചേഞ്ച് ആവണം ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് കേട്ടോ. കാരണം ഒരു കൺട്രോളിങ് പവർ നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ സെൽഫായിട്ടൊന്ന് നേരിടാൻ ശ്രമിക്കുക. ഇതിനകത്ത് മറ്റാരുടെയൊക്കെ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ പേരൻറ്റിങ് എനർജി ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരേക്കോ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന പേഴ്സൺ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാക്കുക. അതായത് ഒരു ഫൗണ്ടേഷൻ ക്ലിയർ ആവുക. നിങ്ങളുടെ അടിത്തറ വളരെ പോസിറ്റീവായിട്ട് തന്നെ പടുത്തുയർത്താൻ ശ്രമിക്കുക. ഒരു വിൽ പവറോടുകൂടി നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജിയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്. ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫായിട്ടൊരു കോൺഫിഡൻസ് എനർജിയിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഈ മറ്റുള്ളവരുടെ വാക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ എൻ്റെ ആക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നു. നിങ്ങളുടെ ആ ഒരു പവർ, നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ തിരിച്ചറിയാൻ അതിൽ ഫോക്കസ്ഡ് ആകാനും ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു വിജയം തന്നെയാണ് സൃഷ്ടിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദ ലവേഴ്സ് എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് ഇമോഷണലി നിങ്ങളുടെ പാർട്ട്ണറോടൊത്ത് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റിവിറ്റി, ഒരു ഹാപ്പിനെസ് എപ്പോഴും ഉള്ളതിനേക്കാളും ഒരു പിടി ഉയരത്തിലേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ പാർട്ട്ണർ എനർജിയോടൊപ്പം. അതുമാത്രമല്ല, എനിക്ക് ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ട്ണറിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക, അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ സിംഗിളായിട്ടുള്ളവർക്കൊക്കെ ഒരു വിവാഹ സംബന്ധമാകുന്ന ചില കാര്യങ്ങളുടെ ഒരു സമയം, ഒരു ഓപ്പൺ ടൈമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ഡിവൈൻ ടൈമിംഗ് ആയിട്ട് കാണുന്നുണ്ട്. ചില രീതിയിലൊക്കെ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്താണെങ്കിലും കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ഈ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റക്കായിട്ട് നിന്നവർക്ക് അതിനൊക്കെ വേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികൾക്കാവാം, മക്കൾക്കാവാം, സഹോദരങ്ങൾക്കാവാം, എന്താണെങ്കിലും നിങ്ങളുമായിട്ട് പ്രിയപ്പെട്ട വ്യക്തികൾക്കോ അതല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഒരു സിംഗിൾ എനർജിയിലുള്ള വ്യക്തികളുടെ ലൈഫിലേക്ക് ചില ആഘോഷങ്ങൾ വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ പാർട്ട്ണർ എനർജിയുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് പോകാൻ പറ്റുന്ന ചില സന്ദർഭങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് കിങ് ഓഫ് വാൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ആക്ഷൻ കാർഡുകളുടെ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ പറ്റുന്നത്. കാലം അനുകൂലമാണ്. അതായത് ജോലി സംബന്ധമായി, അതായത് കരിയർ പാതയിലൊക്കെ ഒരു ടോപ്പ് എനർജിയിൽ നിന്നിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ ഒരു സ്ട്രഗ്ലിങ് നടത്തുന്നുണ്ടെങ്കിൽ, സ്ട്രഗ്ലിങ് ആകുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസം ഒരു റിലാക്സ് എനർജി, കുറച്ചൊരു സമാധാനപരമായിട്ട് കാര്യങ്ങളെ കാണാനും നിങ്ങൾക്ക് കൂടുതൽ കൺട്രോളിങ് എടുക്കാനും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ആ ഒരു അധികാര പരിധി ചൂസ് ചെയ്യാനും പറ്റുമെന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. കാരണം പൂർണ്ണമായിട്ടും ഇന്ന് നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കും. നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു പൊസിഷനിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ശോഭിക്കാൻ പറ്റുന്ന ദിവസമായിട്ടും മാത്രവുമല്ല ഒരു ഗ്രോത്ത്, ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ച് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കേട്ടോ. കാലം അനുകൂലമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം ഒരു വിജയത്തെ നിങ്ങൾക്കിന്ന് നേരിടാൻ സാധിക്കും. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വിജയം നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു ചീറ്റിംഗ് എനർജിയിലൂടെ, കൺഫ്യൂഷൻ മൈൻഡിലൂടെ കടന്നു പോയിട്ടുള്ള ചില വെല്ലുവിളികളെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള, കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റാത്ത വിധം എപ്പോഴും പെയിൻ ഫീൽ ചെയ്ത്, അതായത് ഒരു എത്ര ഉയരാൻ ശ്രമിച്ചാലും വീണ്ടും അതിനകത്ത് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരുന്ന, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നിരിക്കുന്നത്. കാലം നിങ്ങൾക്ക് അനുകൂലമാണെന്നാണ് കാണുന്നത്. അതുപോലെ പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ട് കേട്ടോ. പാസ്റ്റിലെ ചില നഷ്ടങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കാതിരുന്ന, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു എനർജി, ഒരു ടോക്സിക് ആകുന്ന ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്തു വെച്ചിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. പാസ്റ്റിലെ ചില നഷ്ടങ്ങൾ അത് നിങ്ങളിലേക്ക് വീണ്ടും പൂർവാധികം ശക്തിയോട് തിരിച്ചു വരുന്നത്. അത് കരിയർ ആവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിബന്ധങ്ങളാവാം, ചില നഷ്ടപ്പെട്ടു പോയ ചില വസ്തുക്കൾ
സാഹചര്യങ്ങളാവാം, നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് തിരിച്ച് അതിനേക്കാൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ പൂർവാധികം എനർജിയോടുകൂടി നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നു. അത് വളരെയധികം ഒരു ധൈര്യവും കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തുന്നു. ഒരു വിശ്വാസത്തിൻ്റെ എനർജിയിലേക്ക്, അതായത് ഒരു ഫലം, പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയുന്നത് പോലെ ഒരു വിശ്വാസത്തിൻ്റെ എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതൊരു സ്റ്റക്ക് എനർജി, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികളുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്ന ഒരു വിവാഹ സംബന്ധമാകുന്ന കാര്യങ്ങൾക്കാവാം, അതല്ലെങ്കിൽ കരിയർ പാതയിലൊക്കെ ഒരു വിജയത്തിന് വേണ്ടി ഒരു സെലിബ്രേഷനൊക്കെ ആഗ്രഹിച്ച് വളരെയധികം ഒരു പ്രതീക്ഷയോട് കൂടിയിരുന്ന ചില സാഹചര്യങ്ങളാവാം. അവിടെ നിങ്ങൾക്കൊരു സ്റ്റക്ക് എനർജി, എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനകത്ത് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ അതിനെ കൺട്രോളിങ് ചെയ്യുക. നിങ്ങളുടെ പവർ ചൂസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആകുന്ന എന്തെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കൊടുക്കൽ വാങ്ങലുകളെയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ചില സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസുകളിൽ നിന്നും ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില രീതിയിലുള്ള സക്സസ്സുകളും ഗുഡ് ന്യൂസുകളും നിങ്ങളെ തേടി വരുന്നുണ്ട്. ട്രാവലിംഗ് എനർജിയൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നല്ലൊരു ഗുഡ് ന്യൂസ് പോലെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു ബിഗ് ചേഞ്ചിങ് ലൈഫിലേക്ക് ഇന്ന് വരും. അതായത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ട്രാജഡി, ദുരിതം, ദുഃഖങ്ങളൊക്കെ നേരിട്ടിരുന്ന് പരാജയപ്പെട്ട ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു സ്റ്റക്കായിട്ട് നിന്നെങ്കിൽ അവിടെയൊക്കെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് ചില വ്യക്തികളെ സഹായിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വളരെയധികം നല്ല രീതിയിലൊരു ഫോക്കസ് എനർജിയോടുകൂടി തന്നെ തുടരുക.